ഹലോ ഗായ്സ്, വെൽക്കം ടു ക്യൂട്ട് ബട്ടർഫ്ലൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നോട്ട് പാഡ്, മെമ്മോ പാഡ്, ടു ഡു ലിസ്റ്റ്, സ്റ്റിക്കി നോട്ട് ഈ വകയിലൊക്കെ പെട്ട ഒരൊറ്റ സാധനം ഉണ്ടാക്കാം. സ്കൂളൊക്കെ തുറന്നിട്ട് 4 ദിവസമൊക്കെ ആയില്ലേ. അപ്പോൾ ഇനിയും നോട്ട് പാഡും സംഭവങ്ങളും ഒന്നുമില്ല പറഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ നമുക്കൊരു ഈ സ്റ്റിക്കി നോട്ട്, മെമ്മോ പാഡ് അങ്ങനെ എല്ലാ ലുക്കും ഉള്ള ഒരു സാധനം നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം ഇങ്ങനെ 3 പേപ്പേഴ്സ് എടുക്കുക. ആൻഡ് അത് 4 പേപ്പേഴ്സ്, ഞാൻ 4 എടുത്തിട്ടുള്ളത്. എല്ലാത്തിനെയും ഇതുപോലെ ഒന്ന് മടക്കുക ഗൈസ്. ഒരു ഷീറ്റിൽ മാക്സിമം ഇത്രയും 8 റെക്റ്റാങ്കിൾസ് ഉണ്ടായിരിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ 3 കൂടിയും ചെയ്തെടുക്കണം ഗൈസ്. കമോൺ. അങ്ങനെ 4 നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെട്ടിയെടുക്കണം. ഗൈസ്, അങ്ങനെ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആൻഡ് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് വേണം ഗൈസ്. ഇതുപോലൊരു കാർഡ്ബോർഡ് എടുക്കുക. അതിന് ശേഷം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് കവറുണ്ടല്ലോ, ബുക്ക് കവറല്ല, ചട്ട, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, സ്ട്രോബെറി ഒക്കെ ഇട്ട്. അപ്പോൾ ഞാനത് എടുത്തു. അതിന് ശേഷം ഗൈസ് ഇതിലൊക്കെ ചിത്രം വരയ്ക്കാനുണ്ട്, നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 കളറാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് എനിക്ക് കുറച്ച് കളേഴ്സ്, പെൻസിലാണ് എനിക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആൻഡ് വൈബ്രൻ്റ് ആയിട്ട് തോന്നുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ കളേഴ്സ് സംഭവങ്ങൾ സ്കെച്ചൊക്കെ ആണെന്നെങ്കിൽ അത് എടുക്കാം. കളർ പെൻസിൽ ഉണ്ടെങ്കിൽ അതെന്തായാലും എടുത്തോളൂ ഗൈസ്. ഞാൻ ആദ്യം ഡിസൈൻ കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനൊരു പേപ്പറിൽ നമ്മുടെ ഹേർട്സ് വരയ്ക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അറ്റത്തായിട്ട് റെഡ് കളർ എടുക്കുക ആൻഡ് ഒരു ഹേർട്ട് വരയ്ക്കുക ഗൈസ്. ഇത് കളർ വരുത്തില്ലേ മോനെ, ഇല്ല ഗൈസ് അധികമൊന്നും. അപ്പം നമുക്കൊന്ന് ചെത്താം. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഡിസൈൻ നോക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ ഇതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഗൈസ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ, പെൻസിലിന് മോനം ഉണ്ടോ ഇല്ലയെന്നൊക്കെ. ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഇതുപോലെ ഒരു ഹേർട്ട് വരച്ചെടുക്കുക. ഇതിപ്പോഴും ശരിയാവുന്നില്ല ഗൈസ്, പെൻസിലിന് എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമുക്ക് ആകെ 3 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഗൈസ് നമുക്ക് 6 സബ്സ്ക്രൈബേഴ്സ് കൂടി ഗൈസ്. ഇന്നലെ അത് 5 ആയി, 3 ആണുള്ളത്. ഇന്ന് ഗൈസ് അത് 6 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1, 2, 3 കൂടുന്നത് ഇത്ര വലിയ കാര്യമാണോ ചോദിച്ചാൽ ചിലപ്പോൾ 1 മില്യൺ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവർക്ക് വലിയ കാര്യമൊന്നും ആവില്ല. ബട്ട് ചാനൽ തുടങ്ങിയിട്ട് ആകെ 3 സബ്സ്ക്രൈബേഴ്സും വെച്ചിട്ടിരിക്കുന്നവർ പെട്ടെന്ന് 6 സബ്സ്ക്രൈബേഴ്സ് 1, 2 കൂടി വരുമ്പോൾ എനിക്കത് വലിയൊരു കാര്യമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. അതെല്ലാവർക്കും അങ്ങനെ ആവുമെന്ന് വിചാരിക്കില്ല. 6 സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ നിസ്സാരം, ഇങ്ങനെയൊക്കെ ആയിരിക്കും പലരും ചിന്തിക്കുക ഗൈസ്. പക്ഷേ ഞാൻ അങ്ങനെ ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഡിസൈനിൻ്റെ കാര്യം പറയാം. അപ്പോൾ സൈഡിൽ ഞാനിത് ഈ ഒരു ഹേർട്സ് വരച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ എൻ്റെ ക്രിയേഷനിൽ വന്നിട്ട് ചെയ്യുന്ന സംഭവമൊന്നുമല്ല കേട്ടോ ഗൈസ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഇതിൻ്റെ വേറൊരു സംഭവം കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്ത് നോക്കാൻ അത് ബ്രഷ് പെൻസും സംഭവങ്ങളൊക്കെ വെച്ച് ഭയങ്കര
ആർട്ടിസ്റ്റ്സൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. ബട്ട് ഇന്ത്യയിൽ ആ ബ്രഷ് പെന്നും സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ഗൈസ് കടിൽ ക്ലൗഡ്, അതിൽ ഇത് കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യണത്. ഒരു മാറ്റമില്ല ഗൈസ്, അതുപോലെയാണ് ചെയ്യണത്. ഞാൻ ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ സെയിം ഇതിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താറുണ്ട്. ഇതുവരെയായിട്ട് ഞാൻ സെയിം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു സംഭവം ആ സെയിം ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് 3 എണ്ണയല്ലേ ചെയ്തുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കും ഗൈസ്. ഞാൻ വീഡിയോ അധികം ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഇത്രയും ചെയ്യാനൊരു മടിയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ 3 എണ്ണേ കാണിക്കണുള്ളൂ. സെയിം ഡിസൈനും ആണ്, സെയിം മെത്തേഡും ആണ് എല്ലാത്തിനും. അപ്പോൾ പിന്നെ കുറേ എല്ലാതും കാണിച്ചിട്ട് ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിയർ ടാപ്പില്ലേ, സെല്ലോ ടാപ്പ്, അത് ഗൈസ് ഇതുപോലെ ഒട്ടിക്കുക. ഇതുപോലെ ക്ലിയർ ടാപ്പ് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഈ ഒരു സെയിം പ്രോസസ്സ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മെത്തേഡ്സ് കിട്ടും. അതിൽ പശ തേച്ച് പൗഡറിൽ ടാപ്പ് ചെയ്ത് സ്റ്റിക്കി നോട്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ അതൊരു പരീക്ഷണത്തിൽ നിൽക്കാൻ ടൈമില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറയില്ല. ഞാൻ വേറൊരു സംഭവം ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാനിതിൽ എന്ത് എഴുതണമെന്നറിയില്ല ഗൈസ്. ഇതുപോലെ മെമ്മോ പാഡ്സ് എഴുതിയിട്ട് ഒരു സെല്ലോ ടാപ്പ് എടുക്കുക. ഇതുപോലെ ചെയ്യുക ഗൈസ്. ശരിക്ക് വാട്ടറും സംഭവങ്ങളൊക്കെ ആയാൽ പരക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പക്ഷെ ഞാൻ പെർമനൻറ്റ് മാർക്കേഴ്സ് കൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വെള്ളമായാലും പരക്കത്തൊന്നുമില്ല, എന്നാലും ഒരു സേഫ്റ്റിക്കാണ് ഗൈസ്. പിന്നെ പശ തേച്ചിട്ട് സമയം കളയണ്ടല്ലോ, ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിയിട്ടും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെമ്മോ പാഡ്, സ്റ്റുഡിയോ ലിറ്റ്സ് നോട്ട് പാഡ്, എന്തെല്ലാം വരയ്ക്കുന്ന ഈ ഒരു സംഭവം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ മറക്കരുത് ഗൈസ്. ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.